നമ്മുടെ പ്രിയപ്പെട്ട MP സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന നാടുനീളെ വിലാപമുയർന്നു. സഭയിൽ ആളുകൾ ഇടയ ലേഖനം വായിച്ചു. നമ്മുടെ MP-യെ കാണാനില്ല. ഒടുവിൽ ഒരു KSU-കാരൻ നീലക്കൊടിയൊക്കെ പിടിച്ച് മുദ്രാവാക്യം മുഴക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതിയും കൊടുത്തു. MP-യെ കാണാനില്ല, കണ്ടുകിട്ടുന്നവർ ഉടനെ അറിയിക്കണമെന്ന് പരാതിയും കൊടുത്തു. അപ്പോഴാണ് ദാണ്ട വരണട നമ്മുടെ സുരേഷ് ഗോപി അണ്ണൻ വന്ദേ ഭാരതിൽ തൃശ്ശൂർ വന്നിറങ്ങി. അണികൾ മുദ്രാവാക്യം മുഴക്കി, ധീരാ വീര ഗോപി എണ്ണ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം പിന്നാലെ ഗോപി എണ്ണ എന്നൊക്കെ വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് ആനയും അമ്പാരിയുമായി എഴുന്നള്ളിച്ച് മണ്ഡലത്തിലെത്തിച്ച് അണ്ണൻ കാലെടുത്ത് ആഫീസിലോട്ട് വെച്ചപ്പോൾ ബോർഡിൽ, സുരേഷ് ഗോപിയുടെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ചിരിക്കുന്നു. CPM-കാർ ഒഴിച്ചതാണ് കരിയോയിൽ. ഇടതുമുന്നണി പ്രവർത്തകർ കഴിഞ്ഞ രാത്രി കൊണ്ട് കരിയോയിൽ ഒഴിച്ചു. ഇയാളിവിടെ ഇല്ല, അങ്ങനെ കരിയോയിലൊഴിച്ചു. ഇതിനിടയിൽ മാധ്യമ പ്രവർത്തകർ മൈക്ക് അണ്ണാക്കിലോട്ട് നീട്ടി ചോദിച്ചു, എന്തേ സുരേഷ് ഗോപി സാറെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ? മിണ്ടാട്ടമില്ല. രണ്ടാമത് ചോദിച്ചു, കന്യാസ്ത്രീകളെ അവിടെ അറസ്റ്റ് ചെയ്തു, ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തു, ഒരു പ്രതികരണവും കണ്ടില്ല. മിണ്ടാട്ടമില്ല. ഇവിടെ സ്വന്തം ചേട്ടൻ സുഭാഷ് ഗോപിക്ക് കള്ള വോട്ട് ഇവിടെയുമുണ്ട്, കൊല്ലത്തുമുണ്ട്. മിണ്ടാട്ടമില്ല. ചോദ്യങ്ങൾക്കൊന്നും മിണ്ടാട്ടമില്ല. ഇതിനിടയ്ക്ക് മാതൃഭൂമി ലേഖകൻ ക്യാമ്പ് ഓഫീസിലെത്തി 7 ചോദ്യങ്ങൾ ചോദിച്ചു. 7 ചോദ്യത്തിന് മിണ്ടാട്ടമില്ല. അദ്ദേഹം ചോദിച്ചത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണ്. വോട്ടർ പട്ടികയിലുണ്ടായ ക്രമക്കേട് ഗുരുതരമായ ക്രമക്കേടാണ്. മറ്റു കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനും സ്വന്തം സഹോദരന് കൊല്ലത്തും തൃശ്ശൂരും എങ്ങനെ വോട്ടുണ്ടായി എന്ന ചോദ്യത്തിന്, പിന്നെ സുരേഷ് ഗോപിക്ക് 2 ആഴ്ച താമസിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് എങ്ങനെ മണ്ഡലത്തിൽ വോട്ടുണ്ടായി എന്ന ചോദ്യത്തിനൊന്നും സുരേഷ് ഗോപിക്ക് മിണ്ടാട്ടമില്ല. ഈ മിണ്ടാട്ടം മുട്ടിയ എന്ത് ചെയ്യും? തിരുവനന്തപുരത്ത് വന്നു. അങ്ങനെ തൃശ്ശൂരിലെ ആത്മസംഘർഷമൊക്കെ നേരിട്ട് കണ്ട് നിർവൃതി അടഞ്ഞൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഇങ്ങനെ ചെവി പൊത്തിയാണ് അളിയൻ ഇങ്ങനെ വരുന്നത് തന്നെ. MP-യാണ്, ചെവി പൊത്തി വരികയാണ്. എന്നിട്ട് പറയുക, ഇത്രയുമൊക്കെ ചെയ്തു തന്നതിന് മാധ്യമങ്ങൾക്ക് നന്ദിയെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുമുണ്ട്. ഇങ്ങനെ മന്ത്രം പോലെ, ചാൻഡിങ് പോലെ പറയുന്നുണ്ട്. നന്ദിയുണ്ട്, മാധ്യമങ്ങളെ നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപി ചെവി പൊത്തി വരികയാണ്. ഈ സുരേഷ് ഗോപി ആക്ച്വലി ഒരു MP ആകാൻ യോഗ്യനാണോ എന്ന് തൃശ്ശൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഇപ്പോഴാണ് വേർതിരിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത്. ഇയാൾ MP ആകാൻ യോഗ്യനാണോ? ഒരു വകയ്ക്ക് കൊള്ളാത്ത ഒരാൾ നിവേദനം കൊണ്ടുപോയി നിന്റെ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും കൊണ്ടുകൊടുന്ന് ഭിന്നശേഷിക്കാരനോട് പോലും ആജ്ഞാപിക്കുന്ന, കൊടയെടുക്കാൻ മറന്നതിന് സ്വന്തം സ്റ്റാഫിനെ തുറച്ചു നോക്കി അപകീർത്തിപ്പെടുത്തുന്ന, ഇങ്ങനെയൊക്കെ താറുമാറ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരിക്കലും ഒരു ജനപ്രതിനിധിയും ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് ചെയ്യുകയും സ്വയം അപഹാസ്യനാവുകയും ചെയ്യുന്ന ഒരു ജനനേതാവ് MP. അദ്ദേഹത്തിനെ BJP-ക്കാർ ധീരാ വീര ഗോപി എണ്ണ എന്നൊക്കെ വിളിച്ച് മണ്ഡലത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ടുവരുന്നു. എത്ര ദിവസമായി ഈ MP മണ്ഡലത്തിൽ വന്നിട്ട്? നമ്മുടെ MP-മാരും മറ്റ് ഇതുപോലെ ചിലപ്പോൾ 1 മാസമോ 1.5 മാസമോ ഒക്കെ ചിലപ്പോൾ മണ്ഡലത്തിൽ കാണില്ല. അവർ മിക്കവാറും ഒന്നുകിൽ പാർലമെൻറ്റ് സമ്മേളനം അല്ലെങ്കിൽ ഡൽഹിയിലായിരിക്കും, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മറ്റേതെങ്കിലും സ്ഥലത്തായിരിക്കും. അതൊക്കെ കൃത്യമായി അറിയാം. പക്ഷേ സുരേഷ് ഗോപി അണ്ടർഗ്രൗണ്ടിലായിരുന്നു. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് സമ്മേളനത്തിനിടെ അദ്ദേഹത്തിൻ്റെ ചിത്രം TV-യിൽ കണ്ടു. അപ്പോൾ ആളുകൾ പറഞ്ഞു, സുരേഷ് ഗോപി ഉണ്ട്, ഡൽഹിയിലുണ്ട്, കേരളത്തിലില്ല എന്നേ ഉള്ളൂ. പക്ഷെ കന്യാസ്ത്രീകളെ വന്ദനയെയും പ്രീതിയെയും ഒക്കെ ഛത്തീസ്ഗഡിൽ വെച്ച് ജ്യോതി ശർമ്മ എന്ന ബജ്രംഗദൾ പ്രവർത്തക നേതാവ് കരണക്കുറ്റി നോക്കി അടിക്കാൻ ശ്രമിക്കുകയും ചീത്ത വിളിക്കുകയും മതപരിവർത്തനത്തിൻ്റെ കള്ളക്കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കേരളത്തിലെ ഒന്നടങ്കം ആളുകൾ നിലവിളിച്ചു. പാവം ആ കന്യാസ്ത്രീമാരെ മോചിപ്പിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി ഒന്നും മിണ്ടാതെ എവിടെയിരുന്നു? ആ ചോദ്യത്തിന് ഉത്തരമില്ല. 27 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഏകദേശം 1 മാസങ്ങൾക്ക് ശേഷം മണ്ഡലത്തിൽ കാലുകുത്തിയ MP-യോട് ജനങ്ങൾ ചോദിച്ചു, എന്തേ ഒന്നും മിണ്ടാത്തത്, എവിടെയായിരുന്നു? ഉത്തരമില്ല. മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നു. സുരേഷ് ഗോപി മറ്റൊരു സങ്കീർണമായ പ്രശ്നത്തിലാണ് ഇപ്പോൾ അകപ്പെട്ടിട്ടുള്ളത്. അത് വോട്ടർ പട്ടിക ക്രമക്കേടാണ്. വോട്ടർ പട്ടിക ക്രമക്കേട് എന്ന് പറയുമ്പോൾ സ്വന്തം സഹോദരന് വരെ, സുരേഷ് ഗോപിക്ക് മണ്ഡലത്തിൽ വോട്ട് ചേർത്തത് വേറൊരു കഥ, സ്വന്തം സഹോദരന് വരെ അവിടെ വോട്ട് ചേർത്ത് കൊടുത്ത്, അവിടെ വോട്ട് ചെയ്യാൻ അവസരം കൊടുത്ത്, കള്ള വോട്ടുകൾക്ക് അവസരം കൊടുത്ത് സുരേഷ് ഗോപി മുന്നേറി. സുരേഷ് ഗോപി അവിടെ ജയിച്ചു. ആ സത്യാവസ്ഥയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് മന്ത്രി V. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ സുരേഷ് ഗോപി രാജിവെച്ച്, അന്തസ്സുള്ള ആളാണെങ്കിൽ, നേതാവാണെങ്കിൽ രാജിവെച്ച് വീണ്ടും അവിടെ തൃശ്ശൂരിൽ ഇലക്ഷൻ നടത്തണമെന്ന് വെല്ലുവിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മിണ്ടാട്ടം മുട്ടിയ ഒരു ജനപ്രതിനിധിയോട് ചോദ്യം ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. മാധ്യമങ്ങളോട് തട്ടിക്കയറുകയെങ്കിലും ചെയ്യുമായിരുന്നു മുമ്പ്, ഇപ്പോൾ അതുമില്ല. മൗനവ്രതത്തിലാണ്. അതുകൊണ്ട് സുരേഷ് ഗോപി ആരും ഉപദ്രവിക്കരുത്. അദ്ദേഹം മൗനവ്രതത്തിലാണ്. അദ്ദേഹത്തിന് തൽക്കാലം സാമൂഹിക വിഷയങ്ങളിൽ പ്രതികരിക്കാൻ താല്പര്യമില്ല.